കൊടുങ്കാട്ടിൽ 20 വർഷമായിട്ട് ഒരു മനുഷ്യൻ കാറിനുള്ളിൽ അന്തി ഉറങ്ങുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം? ഒരു പക്ഷേ ഇദ്ദേഹത്തിന്റെ സ്റ്റോറി നിങ്ങളൊക്കെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. ഇദ്ദേഹത്തിന്റെ സ്റ്റോറി കേട്ട് കഴിഞ്ഞാൽ വളരെ വിഷമം തോന്നും. അപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അദ്ദേഹത്തിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ കൊടുങ്കാട്ടിനുള്ളിൽ വലിയൊരു മരം കാണാം. ആ മരത്തിന്റെ താഴെയായിട്ട് ദാ കിടക്കുന്ന ഒരു കാറ്. കുറച്ച് ഓഫ് റോഡാണ്, എങ്കിലും വണ്ടി ഇവിടെ വരെ എത്തും. കുറച്ച് റിസ്ക് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വരുമ്പോൾ സത്യത്തിൽ ഒരു ഭീകര അന്തരീക്ഷം തന്നെയാണ്. എന്താണ് ഇദ്ദേഹത്തിന്റെ കഥ? എന്തുകൊണ്ട് ഇദ്ദേഹം വനജീവിതം തിരഞ്ഞെടുത്തു? ഈ കാർ അദ്ദേഹം ഓടിച്ചു കൊണ്ടുവന്ന് ഇട്ടതാണോ? ഇതെല്ലാമാണ് എല്ലാവരുടെയും സംശയം. 100 കൂട്ടം ചോദ്യങ്ങളാണ് ഇദ്ദേഹത്തിനെ പറ്റി എല്ലാവർക്കും ഉള്ളത്. ഒരു കാറ് വാങ്ങാൻ ഇദ്ദേഹത്തിൻ്റെ കൈ പൈസ ഉണ്ടെങ്കിൽ പിന്നെ എന്തിന് ഇദ്ദേഹം വനജീവിതം തിരഞ്ഞെടുത്തു? അതോ കാർ അദ്ദേഹത്തിൻ്റെ പക്കൽ നേരത്തെ ഉണ്ടായിരുന്നതാണോ? അതോ ഇദ്ദേഹത്തെ ആരെങ്കിലും ചതിച്ചതാണോ? ഇതൊക്കെ അറിയുന്നതിന് മുൻപ് ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇതേ നോക്കിക്കോ, ഇതാണ് ആ കാറ്. എൻ്റെ അമ്മ, കാറിൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ? 20 വർഷമായിട്ട് കിടന്ന് തുരമ്പിച്ച് പാട്ടയായിട്ട് മാറിയിരിക്കുന്നു. ഇതിപ്പോൾ ഓടുന്നതാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. ഈ സംഭവം നടക്കുന്ന കർണാടകയിലാണ് കേട്ടോ. ഈ വണ്ടി ബാംഗ്ലൂർ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതിനുള്ളിൽ കുറേയൊക്കെ ഇരുട്ടാണ്. അപ്പോൾ എന്താണ് ഈ കാറിനുള്ളിലെന്ന് കാണാൻ എല്ലാവർക്കും വളരെ ആഗ്രഹമുണ്ടല്ലേ? ഒരു ഷെഡ് പോലെ ചെറുതായിട്ടൊക്കെ കെട്ടി മഴയൊന്നും പെയ്യാതെ അതിനുള്ളിലാണ് ഈ കാർ അദ്ദേഹം സംരക്ഷിച്ചിരുന്നത്. അദ്ദേഹം ശരിക്കും ഇതിനുള്ളിലാണ് അന്തി ഉറങ്ങുന്നത്. ആനയും പുലിയും എല്ലാം വിഹരിക്കുന്ന ഒരു കാടാണിത്. അദ്ദേഹത്തിനെ സമ്മതിച്ചു കൊടുക്കണമല്ലേ? ഇതിൻ്റെ ബോണറ്റിലൊക്കെ കണ്ട് ചെറിയ ലോക്കൊക്കെ കൊടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും വിലപ്പെട്ട എന്തെങ്കിലും സൂക്ഷിച്ചു വെക്കാനുള്ളതായിരിക്കും ഇത്. എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കാണുമ്പോൾ തന്നെ ഒരു ഭീകര അന്തരീക്ഷം. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറി എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ ശരിക്കും ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റും. സിനിമയെ വെല്ലുന്നൊരു സ്റ്റോറി തന്നെ അദ്ദേഹത്തിൻ്റെ കേട്ടോ. അദ്ദേഹത്തിൻ്റെ പക്കലൊരു സൈക്കിളുണ്ട്. അതിലാണ് അദ്ദേഹം കാടിനുള്ളിലെല്ലാം സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പക്കലൊരു സൈക്കിളുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹം ഇതിലാണ് കാടിനുള്ളിലെല്ലാം സഞ്ചരിക്കുന്നത്. ഇദ്ദേഹത്തിന് കുട്ടയുണ്ടാക്കലാണ് പണി. അതായത് കാടിനുള്ളിൽ നിന്ന് ഈറയും വള്ളിയും ഒക്കെ ശേഖരിച്ചു കൊണ്ടുവന്നിട്ട് കുട്ടയുണ്ടാക്കി കടയിൽ കൊണ്ടുപോയി വിൽക്കും. ഈ കുട്ടയുണ്ടാക്കി എവിടെ കൊണ്ടുപോയി വിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് 5-6 കിലോമീറ്റർ അപ്പുറം താമസമുള്ള ഏരിയ, അവിടെ എവിടെയോ ഒരു കടയിലാണ് ഇദ്ദേഹം വിൽക്കുന്നത്. മാറിയാണ് ഈ കുട്ട വിറ്റ് കിട്ടിയിട്ട് വേണം അദ്ദേഹത്തിൻ്റെ വയറ് കഴിയാൻ. അദ്ദേഹം കുട്ടകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സൈക്കിളിൽ വെച്ച് കെട്ടും. സൈക്കിളിൽ വെച്ച് കെട്ടിയിട്ട് കുറേ ദൂരം അദ്ദേഹം തള്ളിയായിരിക്കും പോകുന്നത്, കുറേ ദൂരം ചവിട്ടിയായിരിക്കും പോകുന്നത്. അങ്ങനെ കടയിൽ കൊണ്ടുപോയി വിറ്റിട്ട് വേണം അദ്ദേഹത്തിന് അന്നത്തെ ആഹാരം കഴിയാൻ. മൂപ്പർ ചില്ലറക്കാരനല്ല കേട്ടോ. ഇദ്ദേഹം ഈ കൊടുങ്കാട്ടിൽ കാട്ടുമൃഗങ്ങളുടെ ഒപ്പം കഴിയാമെന്നൊരു സാഹസം കാട്ടിയത് എന്തുകൊണ്ടായിരിക്കും? അദ്ദേഹം ഇങ്ങനെ ഒന്നുമില്ലാത്തൊരു ഓട്ടക്കാലനെയൊന്നും അല്ലായിരുന്നു. അതിന് പിന്നിലൊരു സ്റ്റോറിയുണ്ട്. അതായത് 3.5 ഏക്കർ വസ്തുവിൻ്റെ ഉടമയാണ് ഇദ്ദേഹം. ഒന്ന് ആലോചിച്ച് നോക്കി, 3.5 ഏക്കർ വസ്തുവിൻ്റെ ഒരു ഉടമ ഈ കാട്ടിനുള്ളിലാണ് ഇപ്പോൾ അന്തി ഉറങ്ങുന്നത്. ഇദ്ദേഹത്തിന് അവസ്ഥ വരാൻ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇദ്ദേഹം സഹകരണ ബാങ്കിൽ നിന്നും ഈ വസ്തു കാണിച്ചിട്ട് ലോൺ എടുത്തിരുന്നു. ആ ലോൺ ഇദ്ദേഹത്തിന് അടയ്ക്കാൻ പറ്റില്ല. ഏതാണ്ട് 37,000-38,000 രൂപയായിരുന്നു ലോണ്. അത്രയായിരുന്നു അദ്ദേഹത്തിന്, ആ ഒരു തുകയായിരുന്നു അദ്ദേഹത്തിന് തിരിച്ചടയ്ക്കേണ്ടത്. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് ഇത് അടയ്ക്കാൻ സാധിച്ചില്ല. അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വസ്തു ജപ്തിയാവുകയാണ് ഉണ്ടായത്. അദ്ദേഹം അന്നേരം ഈ ജപ്തി എതിർത്തു. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 38,000 രൂപയ്ക്ക് വേണ്ടി തൻ്റെ 3.5 ഏക്കർ വസ്തു അദ്ദേഹം വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ന്യായമുള്ളൊരു കാര്യമായിരുന്നു. ഇപ്പം അടയ്ക്കേണ്ട തുകയുടെ കൂടെ ഫൈൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുമത്താം. അത് അദ്ദേഹത്തിന് അടയ്ക്കാൻ കുറച്ച് സാവകാശം കൊടുത്താൽ മാത്രം മതി, അദ്ദേഹം അടച്ചു തീർത്തോളാം. തൻ്റെ വസ്തു തനിക്ക് വിട്ടുതരണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. കോടതി ജപ്തി നടപടിയിലേക്ക് തന്നെ പോയി. ശരിക്കും അവരോടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കാട്ടിലേക്ക് പുറപ്പെട്ടത്. അങ്ങനെയാണ് ഈ കാട്ടിനുള്ളിൽ അദ്ദേഹം എത്തിപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അവരദ്ദേഹത്തെ ചതിച്ചതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾക്ക് കേട്ടിട്ട് എന്ത് തോന്നുന്നു? ആരുടെ ഭാഗത്താണ് ന്യായം? ഇതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്റ്റോറി.
ഇത് കേട്ടിട്ട് നമുക്കൊരു സിനിമയാക്കാൻ തോന്നും. ഒരു സിനിമ കഥ കേൾക്കുന്ന പോലെ തന്നെ ഉണ്ടല്ലേ. പക്ഷെ അദ്ദേഹത്തിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇനിയുള്ള ജീവിതവും അദ്ദേഹം കാട്ടിൽ തന്നെ കഴിയേണ്ടത്. നമുക്ക് കേൾക്കുമ്പോൾ കൗതുകം തോന്നും, പക്ഷെ അതല്ല അദ്ദേഹത്തിൻ്റെ അവസ്ഥ. ഇദ്ദേഹം ഈ കാട്ടിൽ എത്തിപ്പെടുന്നതിന് മുൻപേ ഇദ്ദേഹത്തിന് കൈവശം ഈ കാർ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നൊക്കെയുള്ളതാണ് എല്ലാവരുടെയും സംശയം. ഒരു പക്ഷേ അദ്ദേഹത്തിന് അല്പം കൂടി സാവകാശം കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അടച്ചു തീർക്കാൻ പറ്റുമായിരുന്നെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും. കാരണം അതിനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അങ്ങനെ ജപ്തി നടപടികൾ കഴിഞ്ഞു. അതിനെ തുടർന്ന് അവരോടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കാട്ടിലേക്ക് കുടിയേറുകയാണ് ഉണ്ടായത്. അന്ന് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ കാറൊന്നും ഉണ്ടായിരുന്നില്ല. കാട്ടിലെ വള്ളികൾ അറുത്ത് കുട്ടയുണ്ടാക്കി 5 കിലോമീറ്റർ അപ്പുറമുള്ള കടയിൽ കൊണ്ടുപോയി വിറ്റ പൈസ അദ്ദേഹം സ്വരുക്കൂട്ടിയിട്ടാണ് അദ്ദേഹം ഈ കാറ് വാങ്ങിയത്. അതായത് 27,000 രൂപയ്ക്കോ മറ്റുമാണ് അദ്ദേഹം ഈ സെക്കൻഡ് ഹാൻഡ് കാർ അന്ന് സ്വന്തമാക്കിയത്. അത് പിന്നീട് അന്ന് ഓടുന്ന നല്ല കണ്ടീഷനുള്ള കാറൊക്കെ തന്നെ ആയിരുന്നു. പിന്നീട് എപ്പോഴും അത് ഓട്ടം നിലച്ചതാണ്. ആ വണ്ടിയാണ് അദ്ദേഹം തലചായ്ക്കാൻ ഒരു ഇടമായി കണ്ടെത്തിയത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിലുള്ള വണ്ടിയാണെന്നുള്ള തെളിവെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ശോചനീയമായ അവസ്ഥയാണ്. സീറ്റെല്ലാം കീറിപ്പറിഞ്ഞ അവസ്ഥയിലാണ്. അദ്ദേഹത്തിന് അത്യാവശ്യം ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ട പാത്രം മാത്രമേ അദ്ദേഹത്തിൻ്റെ പക്കലുള്ളൂ. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനെ ശരിക്കും അവർ ചതിച്ചതാണെന്നാണ്. സത്യത്തിൽ അദ്ദേഹം ഇന്നിങ്ങനെ കഴിയേണ്ട ഒരാളല്ല. ധരിക്കാൻ ഒരു വസ്ത്രം പോലും അദ്ദേഹത്തിനില്ല. കീറിപ്പറിഞ്ഞ ഒരു ഷർട്ടിൻ്റെ ഒരു പീസ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തുള്ള. ഒരു തോർത്തുമുണ്ടാണ് അദ്ദേഹം ഉടുത്തേക്കുന്നത്. അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം താമസിക്കുന്ന ഈ സ്ഥലത്ത് ആനയും പുലിയൊക്കെ വരാറുണ്ട്. അദ്ദേഹം അപ്പം എന്തുവാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളക്കുകൾ കത്തിച്ചിങ്ങനെ വെക്കും. അവിടെ ഇവിടെ എല്ലാം തൂക്കിയിടും. അപ്പോൾ വിളക്കിൻ്റെ പ്രകാശം കാണുമ്പോൾ അതെല്ലാം ഓടിപ്പോകുന്ന അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് അല്ല ഇതുവരെ ആക്രമിച്ചിട്ടൊന്നുമില്ല മൃഗങ്ങളൊന്നും. അദ്ദേഹത്തിന് മൃഗങ്ങളെ ഒന്നും പേടിയും ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പക്ഷേ ഈ ബാങ്കിലെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും അദ്ദേഹം കളഞ്ഞിട്ടൊന്നുമില്ല. അതെല്ലാം സൂക്ഷിച്ചു തന്നെ വെച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഈ സ്റ്റോറി കേട്ടിട്ട് നമുക്ക് ഒരു സിനിമയാക്കാൻ കൊള്ളാമില്ലേ. പക്ഷെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. നമുക്കത് കേൾക്കുമ്പോൾ ഒരു കൗതുകം തോന്നും.